التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നദ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കലിമത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ കലിമത്ത് എത്ര ഇനങ്ങളാണ് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറഞ്ഞു, ഈ കലിമത്ത് വഹിയ ഇസ്മുൻ വഫിഅലുൻ വഹർഫുൻ എന്നാണ്. അത് അതിനെക്കുറിച്ചുള്ള ഷർഹാണ് നമ്മൾ വായിക്കുന്നത്. വഹിയ അഥവാ ഈ കലിമത്ത് സലാസത്തു അൻവാഇൻ, മൂന്ന് ഇനങ്ങളാകുന്നു. കലിമത്ത് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഇനങ്ങളാകുന്നു. അതേതൊക്കെ? ഇസ്മുൻ ഇസ്മാകുന്നു, വഫിഅലുൻ ഫിഅലാകുന്നു, വഹർഫുൻ ഹർഫാകുന്നു. ലാ റാബിഅ ലഹാ, നാലാമത്തതൊന്നില്ല. ലഹ ഈ കലിമത്തിന്, ഈ ഇസ്മു ഫീല് ഹർഫ് എന്ന മൂന്നെണ്ണല്ലാതെ നാലാമത്തെ ഒന്ന് അതിനില്ല. കാരണം അന്ന ഉലമാ ഹാദൽ ഫന്നി, ഈ ഫന്നിൻ്റെ ഉലമാക്കൾ, തീർച്ചയായും ഈ ഫന്നിൻ്റെ ഉലമാക്കൾ തതബ്ബഉ, അവരെന്ത് ചെയ്തു? പരിശോധിച്ചു. കലാമൽ അറബി, അറബികളുടെ കലാം അവർ പരിശോധിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഫലം യജിദു ഗൈറഹ, ഈ പറഞ്ഞ ഇസ്മു ഫിഅല് ഹർഫ് എന്നുള്ളതല്ലാത്ത മറ്റൊന്നും അവർ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ദലീൽ? ഇസ്തിഖ്റാ ആണ്. അതാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ മഹാനവറുകളുടെ ഖത്റുന്നദക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറയുന്നത് കാണാം, വദ്ദലീലു അല ഇൻഹിസാരി അൻവാഇഹാ, ഈ കലിമത്തിൻ്റെ ഇനങ്ങളെ ഇൻഹിസാർ ചുരുക്കിയതിലുള്ള ദലീൽ ഫി ഹാദിഹി സലാസത്തി, ഈ മൂന്നെണ്ണത്തിൽ ഇൻഹിസാറായതിനുള്ള ദലീലാകുന്നത് അലിസ്തിഖ്റാഉ, ഇസ്തിഖ്റാ ആണ്. ഫഇന്ന ഉലമാ ഹാദൽ ഫന്നി തതബ്ബഉ കലാമൽ അറബി ഫലം യജിദു ഇല്ലാ സലാസത അൻവാഇൻ എന്ന് ഖത്റുന്നദന്റെ ശർഹൽ മഹാനായ ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ അദ്ദേഹം എഴുതിയ ശർഹൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തി പരിശോധിച്ചു. അങ്ങനെ അതാണ് ഇസ്തിഖ്റാ. അപ്പോൾ ഇത് ഈ മൂന്നെണ്ണേ ഉള്ളൂ. അതാണ്. ഇനി ചില ആളുകളല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുർബലാണ്. ഇനി ഓരോന്നും വിശദീകരിക്കുക. ഫ അമ്മൽ ഇസ്മു, എന്നാൽ ഇസ്മെന്ന് പറഞ്ഞാൽ, വഹുവ എന്താണത്? വഹുവ ഇസ്മെന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒരു കലിമത്താണ്. ദല്ല, അത് അറിയിക്കുന്നുണ്ട്, അല മഅനൻ, ഒരു മഅനയുടെ മേൽ, അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഫീ നഫ്സിഹി, അതിൻ്റെ നഫ്സിൽ തന്നെ. അപ്പോൾ അതിൻ്റെ സ്വന്തത്തിൽ തന്നെ അതിനെ തന്നെ അതിൽ എന്തൊക്കെയുണ്ട്? മാനെ അറിയിക്കുന്നുണ്ട്, വേറൊന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ. എങ്ങനെ? ആ ഒന്ന് തന്നെ ഗൈറ മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, ഗൈറ മുഖ്തരിനിൻ, അത് തന്നെ ബന്ധപ്പെട്ടതാവാത്ത നിലയിൽ, ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് കാലത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാലത്തോട് ബന്ധിച്ചതല്ലാത്ത നിലയിൽ, അത് തന്നെ ബന്ധിച്ചതാവാത്ത നിലയിൽ സ്വന്തത്തിൽ തന്നെ സ്വയം അത് ഒരു മാനയെ അറിയിക്കും. അങ്ങനെയുള്ളതാണ് ഇസ്മ്. അപ്പോൾ ഈ മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ ഏതാ? അൽ മാദി വൽ ഹാൽ വൽ ഇസ്തിഖ്ബാൽ. അതെന്ന് പറഞ്ഞാൽ അൽ മാദി വൽ ഹാലി വൽ ഇസ്തിഖ്ബാൽ, ഈ മൂന്ന് കാലമാണ്. അപ്പോൾ ഈ മൂന്ന് കാലത്തോടും ഒരു ബന്ധമില്ല, ഒരു ഇഖ്തിറാനില്ലാതെ സ്വയം നഫ്സിൽ തന്നെ, സ്വന്തത്തിൽ തന്നെ ഒരു മാനയെ, സ്വന്തം തന്നെ ഒരു മാനയെ അറിയിക്കുന്ന ഒരു കലിമത്താണ് ഇസ്മ. ഇനി ആ ഇസ്മിനെ അറിയാനുള്ള അതിൻ്റെ അലാമത്തുകളെ കുറിച്ചാണ് മുസന്നിഫ് റഹ്മഹുല്ല പറയുന്നത്. ഫയുഅറഫു, അപ്പോൾ ഈ ഇസ്മിനെ അറിയപ്പെടും ബി അലാമാത്തിൻ, ചില അടയാളങ്ങൾ കൊണ്ട്. എങ്ങനത്തെ അടയാളങ്ങളാ? തുമയ്യിസുഹു, ഈ അടയാളങ്ങൾ തുമയ്യിസു വേർതിരിക്കും, ഹു ആ ഇസ്മിനെ, അൻ ഖസീമൈഹി, അതിൻ്റെ ആ ഇസ്മിൻ്റെ രണ്ട് ഖസീമിനെ തൊട്ടു. എന്താ ഈ ഖസീം എന്ന് പറഞ്ഞാൽ? കലിമത്തിൻ്റെ ഖിസ്മുകളാണ് ഏതൊക്കെ? ഇസ്മു ഫീല് ഹർഫ്. കലിമത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഇസ്മും ഫീലും ഹർഫും അതിൻ്റെ ഖിസ്മാണ്. നേരെ മറിച്ച് ഈ മൂന്നെണ്ണ ഈ നിസ്ബ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇസ്മു ഫീലി ഹർഫിനെ ബിൻ നിസ്ബ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഖസീമായിരിക്കും. ഓഹി ചെയ്യപ്പെട്ടിട്ട് അപ്പോൾ ഹർഫിൻ്റെ ഖസീമായി ഇസ്മു ഫീലും വരും, ഫീലിൻ്റെത് ഇസ്മു ഹർഫു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖസീമാണ്. അതാണ് ഇസ്മിൻ്റെ, അതിൻ്റെ രണ്ട് ഖസീമിനെ തൊട്ടും ആ ഇസ്മിനെ അത് വേർതിരിക്കുന്ന അലാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് ഖസീം ഏതാണ്? ഫിയാലും ഹർഫുമാണ്.
അപ്പോൾ അതിനെ ആ ഫിയലിനെ തൊട്ടും ഹർഫിനെ തൊട്ടും ആ ഇസ്മിനെ വേർതിരിക്കും ആ അലാമത്ത് എന്നാണ്. അങ്ങനത്തെ അലാമത്ത് കൊണ്ട് എന്ത് ഇസ്മിനെ മനസ്സിലാക്കപ്പെടും. വദക്കറൽ മുസന്നിഫു റഹ്മഹുല്ല പറഞ്ഞു മിൻഹ, ആ അലാമത്തുകളിൽ നിന്ന് അലാമത്തൻ ചില അലാമത്തുകൾ മിൻ അലാമത്ത മിൻ അവ്വലിഹി, ആ ഇസ്മിൻ്റെ ആദ്യത്തിൽ ഉണ്ടാകുന്ന അലാമത്തുകൾ മുസന്നിഫ് റഹ്മഹുല്ല പറഞ്ഞു. അലാമത്തൻ മിൻ ആഖിരിഹി, ആ ഇസ്മിൻ്റെ അവസാനത്തിലുണ്ടാകുന്ന അലാമത്തിനെ കുറിച്ച് മുസന്നിഫ് റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. അലാമത്തൻ മഅനവിയ്യ, മഅനവിയായ അലാമത്തിനെ കുറിച്ച് മുസന്നിഫ് റഹ്മഹുല്ല പറഞ്ഞു എന്നാണ്. ഫഅശാറ, അപ്പോൾ സൂചിപ്പിച്ചു, ഇലൽ ഊല, ഒന്നാമത്തതിലേക്ക്. ഏതാ? അവലിൽ അലാമത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചു ബി ഖൗലിഹി, മുസന്നിഫ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഖൗല് കൊണ്ട്. അൽ എന്ന ഈ എന്ന് പറഞ്ഞാൽ മുഅരിഫ, മാരിഫയാക്കുന്ന അല്ല അവിടെ ഉദ്ദേശം, മാരിഫയാക്കുന്ന അല്ല്. അപ്പോൾ താരീഫാക്കുന്ന അല്ല് അത് ആദ്യത്തിലാണല്ലോ വരിക ഇസ്മിൻ്റെ. ഈ അല്ല് മൊത്തത്തിലാണോ താരീഫ്? അല്ല് തന്നെയാണ് താരീഫ് അറിയിക്കുന്നതെന്നാണ് ഖലീൽ ഇബ്നു അഹ്മദ് റഹ്മഹുല്ലയുടെ അഭിപ്രായമെങ്കിലും സിബവഹി ഇമാമിൻ്റെത് ലാമ് ഫഖത്ത് എന്നാണ്, ലാമ് മാത്രം എന്ന അഭിപ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇബ്നു മാലിക് റഹ്മഹുല്ല അതുകൊണ്ടല്ല പറഞ്ഞത് അൽ ഹർഫു തഅരീഫിൻ അവിൽ ലാമു ഫഖത്ത് എന്ന് ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞില്ലേ. ഏതായാലും ഒരു ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ് അതെന്ത്? മുഅരിഫ, താരീഫാക്കുന്ന അല്ല്. ഇതുപോലെ കർറജുലി പോലെ, അതേപോലെ തന്നെ വൽ ഫറസി, ഫറസ് പോലെ. ഇതൊക്കെ ഫറസ് റജുലു എന്ന് ഒറ്റക്ക് പറയുമ്പോൾ നെക്കറായിരുന്നു. അല്ല് വന്നതോടെ അത് എന്ത് ചെയ്തു? മാരിഫൈ. അർ റജുലി അൽ ഫറസ്. അപ്പോൾ അതാണ് ഇസ്മിൻ്റെ ആദ്യത്തിലുള്ള അലാമത്ത് അല്ല്. ഇനി വഇല സാനിയ, രണ്ടാമത്തതിലേക്ക് സൂചിപ്പിച്ചു ബി ഖൗലിഹി, മുസന്നിഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖൗല് കൊണ്ട്. ഏത്? ആഖിറിലുള്ള അലാമത്തില്ലേ, അതേതാ? വബി തൻവീനി, തൻവീന് കൊണ്ട്. വഹുവ, എന്താ ഈ തൻവീൻ എന്ന് പറഞ്ഞാൽ? നൂനുൻ സായിദത്തുൻ, സായിദായൊരു നൂനാണ്, സാക്കിനത്തുൻ, സാക്കിനായൊരു നൂനാണ്. പിന്നെന്താ പ്രത്യേകത? തൽഹഖുൽ അഖീറ, ഒരു ഇസ്മിൻ്റെ അവസാനത്തോട് അത് ചേരും. ലി ഗൈരി തൗക്കീദിൻ, തൗക്കീദിന് വേണ്ടിയല്ലാതെ, തൗക്കീദിൻ്റെ നൂനൊന്നല്ല, മറിച്ച് അതല്ലാതെ സായിദായൊരു നൂന് ഇസ്മിൻ്റെ അവസാനത്തോട് ചേരുന്നതാണ്. ഇവിടെ ഇബ്നു ഹിഷാം റഹ്മഹുല്ല എഴുതിയ ഷറഹൽ ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ പറയുന്നത് കാണാം. നൂനുൻ സായിദത്തുൻ, സായിദായ നൂനാണ്, സാക്കിനത്തുൻ, സാക്കിനാണ്. തൽഹഖുൽ ആഖിറ, ആഖിർ ഇസ്മിൻ്റെ ആഖിറിനോട് ചേരും. ലഫ്സൻ, ഇതുകൂടി ഉണ്ട് ശരിക്കും. ലഫ്സിൽ നമ്മൾ മൊഴിയുമ്പോഴാണ് അത് ഉണ്ടാവുക. ഖത്തൻ, എഴുത്തിലുണ്ടാവില്ല. ലി ഗൈരി തൗക്കീദിന. ഇപ്പോൾ റജുലുൻ എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ റജുലുൻ സുക്കൂണ നൂൻ എഴുതൂലല്ലോ, മറിച്ച് തൻവീന. അതാണ് ലഫ്സിലുണ്ടാവും, എന്നാൽ ഖത്തിലുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അത് തൗക്കീദിന് വേണ്ടിയൊന്നല്ല, നൂന് തൗക്കീദിൻ്റെ പോലെ തൗക്കീദൊന്നല്ല എന്നർത്ഥം. ഇതുപോലെ റജുലിൻ, റജുല് പോലെ. ഇനി പിന്നെ ഷാരിഹ് പറയുക ചില ഉദാഹരണങ്ങൾ. വ സെയ്ദിൻ, സെയ്ദ് പോലെ. വ സ്വഹൻ പോലെ. വ മഹിൻ പോലെ. വ ഹീന ഇതിൻ പോലെ. വ മുസ്ലിമാത്തിൻ പോലെ. ഇവിടെ ഷാരിഹ് പറഞ്ഞ ഉദാഹരണത്തിൽ ചില സൂചനകളുണ്ട്, വ്യത്യസ്ത തൻവീനുകളിലേക്കുള്ള സൂചന ഉണ്ടായില്ല. ഇവിടെ ഇപ്പം സെയ്ദിൻ എന്ന് പറഞ്ഞത് അംഖനിയായ തൻവീനാണ്. വ സ്വഹിൻ മഹിൻ എന്ന് പറഞ്ഞാൽ മബ്നിയായ, ഗാലിബിലും തൻവീനു തൻകീർ എന്ന് പറയും, നെക്രയാക്കാൻ വേണ്ടി വരുന്ന തൻവീൻ. അത് ഗാലിബ് അധികരിച്ചും മബ്നിയായ ഇസ്മില ഉണ്ടാവുക. ഉണ്ടോ? സഹിൻ വ മഹിൻ, സഹ് മഹ് എന്നുള്ളിടത്തിൽ സ്വഹിൻ മഹിൻ. അപ്പോൾ തൻവീനു തൻകീർ. അതുപോലെ ഹീന ഇൻ, തൻവീനുൽ ഐവദിലേക്കുള്ള സൂചന ഉണ്ട് അവിടെ. തൻവീനുൽ ഐവദ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഹർഫിന് കളഞ്ഞു പോകാൻ പകരം വരും, ഒരു കലിമത്തിന് വരും, ഒരു കലാമിന്, ഇത് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്നത് തൻവീനുൽ ഐവദ്. അപ്പോൾ ഹീന ഇതിനുള്ളത് തൻവീനുൽ ഇവദിലേക്കുള്ള സൂചന. വ മുസ്ലിമാത്തി എന്നുള്ളത് തൻവീനുൽ മുക്കാബല, മുക്കാബലയുടെ തൻവീനിനോടുള്ള സൂചനയാണ്. അപ്പോൾ ഷാരിഹ് ആ 4 തൻവീനിലേക്കും ഒരു സൂചന അവിടെ തന്നിട്ടുണ്ട്. ഇനി വ ഇല സലാസത്തി, മൂന്നാമത്തേത് ഏതാ? മഅനവിയാണ്. അത് ബി ഖൗലിഹി, മുസന്നിഫിൻ്റെ ഖൗല് കൊണ്ട്. ഏത്? വബിൽ ഹദീസി അൻഹു എന്ന ഖൗല് കൊണ്ട് സൂചിപ്പിച്ചു. എന്താ വബിൽ ഹദീസി അൻഹു എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് വാർത്ത പറയാം. ഇവിടെ ഹദീസ് അൻഹു ഉദ്ദേശിക്കുന്നത് അൽ ഇസ്നാദിലേഹി, അതിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടും. അപ്പോൾ അതിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഖാമ സെയ്ദ് എന്ന് പറയാം. ഖാമ സെയ്ദ് എന്ന് പറയുമ്പോൾ അവിടെ സെയ്ദ് ഇസ്മാണ്. അപ്പോൾ ആ ഇസ്മിനെ ഖാമ സെയ്ദ് എന്ന് പറയാം. ആ ഇസ്മിനെ കുറിച്ചാണെങ്കിൽ എന്ത് ചെയ്തത്? ആ ഹദീസ് നടത്തിയത്. സെയ്ദിനെ കുറിച്ച് നീ ഖിയാമ കൊണ്ട് എന്ത് ചെയ്തു?
സംസാരിച്ചു. അതാണ് ഖാമ സെയ്ദ് എന്ന് പറയുമ്പോൾ സെയ്ദിനെ കുറിച്ച് ഖിയാമ കൊണ്ടെങ്കിൽ സംസാരിച്ചു. അപ്പം ഖാമ എന്ന ഫിയലിനെ സെയ്ദ് എന്ന ഫായിലേക്കാണ് ഇസ്നാദ് ചെയ്തത്. അതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മുത്ത ഖബറായിട്ട് വരാമ്പോൾ സെയ്ദുൻ ഖായിം എന്ന് പറയാം. അപ്പോഴും അങ്ങനെ തന്നെ ഖായിം എന്ന ഖബറിനെ സെയ്ദ് എന്ന മുത്തലേക്ക് ഇസ്നാദ ഖിയാമ കൊണ്ട് പറയുക. അതാണ് ഹദീസ് അൻഹു ഇസ്നാദു ഇലൈഹി ഐ അൽ ഇസ്നാദി ഇലൈഹി വബിൽ ഹദീസ് അൻഹു ഐ അൽ ഇസ്നാദി ഇലൈഹി എന്ന് പറഞ്ഞ ഇത് വഹുവ ഇതുണ്ടല്ലോ. ഈ ഹദീസ് അൻഹു അല്ല ഇസ്നാദ് ഇലൈഹി എന്ന് പറഞ്ഞത് വഹു അത് അയ്യുദമ്മ ഇലൈഹി അതിലേക്ക് ചേർക്കപ്പെടലാണ് ഒന്നിനെ. എങ്ങനത്തെ ഒന്നിനെ? തത്തിമ്മു ബിഹി ആ ഒന്ന് കൊണ്ട് പൂർണ്ണമാകും അൽ ഫായിദ പൂർണ്ണമാകും. അപ്പോൾ സെയ്ദുൻ ഖായിം എന്ന് പറയുമ്പോൾ സെയ്ദും പറഞ്ഞു അത് മുസ്നദ് ഇസ്നാദ് ഇലൈഹിയാണ് അല്ലെ ഹദീസ് അൻഹാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഖായിം എന്ന ഖബർ പറയുമ്പോൾ ഫായിദ എന്താണ്? ഒരു പൂർണ്ണാകുവാണ്. അപ്പോൾ അവിടെ ഏതാ? സെയ്ദ് എന്ന മുബ്തദ് അത് ഹദീസ് അൻഹു ആണ് അല്ലെ ഇസ്നാദ് ഇലൈഹിയാണ്. മുസ്നദ് ഇലൈഹി എന്നൊക്കെ പറയും. അപ്പോൾ വ്യത്യാസം ഇപ്പോൾ അവിടെ എന്താ ഗുണം? അതാണ് പിന്നെ ഉദാഹരണം കൊടുക്കുന്നത് മുസന്നിഫ്. ഇപ്പോൾ ആ സെയ്ദ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവിടെ തെൻവീനൊക്കെ വരുമല്ലോ. പക്ഷേ ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് കൊടുത്ത ഉദാഹരണത്തിലേക്ക് നോക്കുക. ഇതുപോലെ ദറബുത്തു എന്നുള്ള ഇതിലുള്ള തൂണ്ടല്ലോ, ആ താനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിപ്പോൾ അവിടെ നമ്മൾ കല്യാണം പറ്റുമോ? ഇല്ല. തെൻവീൻ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എങ്ങനെ അത് ഇസ്മാന്ന് മനസ്സിലായി? അതാണ് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാ തന്നെ അതിൻ്റെ ശറഹ് പറഞ്ഞത് കാണാം. വഹാദിഹിൽ അലാമത്തു അൻഫഉൽ അലാമാത്തിൽ മസ്കൂറത്തി ലിൽ ഇസ്മി ഇസ്മിന് പറയപ്പെട്ട അലാമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ഉപകാരമുള്ള അലാമത്ത് ഇതാണ്. കാരണം വബിഹ ഇതുകൊണ്ട് സ്തുദില്ല അൽ ഇസ്മിയത്തി ഇസ്മിയത്താണെന്ന് തെളിവെടുക്കപ്പെട്ടു ഫി ദറബത്തുവിലെ. എന്നിട്ട് ഇബ്നു ഹിഷാം റഹ്മഹുല്ലാ പറയാണ് അലാ തറ അന്നഹ ലാ തഖ്ബലു അൽ, നീ മനസ്സിലാക്കുന്നില്ല, അലാ തറ അന്നഹ ലാ തഖ്ബലു അൽ, അത് അല്ലിനെ സ്വീകരിക്കൂല. വലാ യൽഹഖുഹ തൻവീൻ, അതിനോട് തൻവീനും ചേരൂല. വലാ ഗൈറുഹ മിനൽ അലാമാത്തില്ലത്തി തുദ്കറു ലിൽ ഇസ്മി ഇസ്മിന് പറയപ്പെട്ടതായ മറ്റലാമത്തുകളിൽ നിന്നൊന്നും അതിനോട് ചേരൂല. ഏതല്ലാതെ സിവൽ ഹദീസി അൻഹാ അൽ ഹദീസു അൻഹു എന്നുള്ളതല്ലാതെ. അപ്പോൾ അതാണ് ഇതുകൊണ്ട് മാത്രമാണ് അത് തിരിച്ചറിയാൻ പറ്റുക. അതാണ് പറഞ്ഞത്. അതേ വാക്കുകൾ ഏകദേശം ഇവിടെ ഷാരിഹും കൊണ്ടുവന്നത്. ഫകാഫ ഇന്നഹ തീർച്ചയായും ഇത് ഇത്ത എന്നുള്ളത് ലാ തഖ്ബലു മിന അലാമാത്തിൽ ഇസ്മി ഇസ്മിൻ്റെ അലാമാത്തുകളിൽ നിന്ന് സ്വീകരിക്കൂല സിവൽ ഹദീസി അൻഹാ ഫഖത്ത്. അണ്ടാ അതിനെ തൊട്ടുള്ള ഹദീസ് പറച്ചിലല്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഷാരിഹ് വീണ്ടും അതേ വാക്ക് ഇവിടെ കൊടുക്കുന്നത്. വഹാദിഹി അൻഫഉ മിൻ അലാമാത്തിൽ ഇസ്മി ഇസ്മിൻ്റെ അലാമത്തുകളിൽ ഏറ്റവും മൻഫഅതാണ് ഇത്. കാരണം തിരിച്ചറിയാനുള്ള വഴി ഇതേ ഉള്ളൂ. ഇനി അപ്പോൾ മുസന്നിഫ് റഹ്മഹുല്ലാ ഇസ്മിനെ തിരിച്ചറിയുന്ന 3 എണ്ണം പറഞ്ഞു. ആരംഭത്തിലുള്ളത് പറഞ്ഞു അല്ല്, അവസാനത്തിലുള്ള തൻവീന് മാനവി ആയത് പറഞ്ഞു അത് അൽ ഇസ്നാദു ഇലൈഹി അൽ ഹദീസ് വൻഹു. ഇനി വഹുവ അഥവാ ഐ അൽ ഇസ്മു ഇസ്മാകുന്നത് ബിഅ്തിബാരിൽ ഇഅറാബി ഇഅറാബിനെ പരിഗണിച്ചുകൊണ്ടും വൽ ബിനാഇനെ പരിഗണിച്ചുകൊണ്ടും ദർബാനി അത് 2 ഇനമാണ്. അഹദുഹുമാ രണ്ടിലൊന്ന് മുഅറബാൻ. എന്നിട്ട് ഖദ്ദമഹു അതിനെ മുന്തിച്ചു. ഇബ്നു ഹിഷാം റഹ്മഹുല്ലാ ഖദ്ദമഹു മുഅറബിനല്ല മുന്തിച്ചത്. എന്താ കാരണം അന്ന തീർച്ചയായും ഈ മുഅറബാകുന്നതല്ല അസ്ലു മുഅറബ. മറ്റേത് മബ്നി ഫർആൻ അസ്ലു മുഅറബ. മാത്രമല്ല ഗാലിബു അധികരിച്ചുള്ളതും മുഅറബാണ്. അത് ഖബറും ബാദ ഖബറാണ്, അല്ലാണ്ട് അസ്ലിൻ്റെ സിഫത്തല്ല ഗാലിബു. പിന്നെ ഗാലിബുമാണ്, അധികരിച്ച് മുഅറബാണല്ലോ. എന്നിട്ട് അഖറൽ മബ്നിയെ ഇബ്നു ഹിഷാം റഹ്മഹുല്ലാ പിന്തിച്ചു. അതെന്തുകൊണ്ടല്ല? കാരണം അന്ന തീർച്ചയായും ഹുവൽ ഫർആൻ. അപ്പോൾ അസ്ല് മുഅറബാണ്, മറ്റേത് മബ്നി എന്താണ്? ഫർആൻ. അപ്പോൾ ഇനി മുസന്നിഫ് റഹ്മഹുല്ലാ പറയാ മുഅറബ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ അത് ഒന്നാണ്. ഐ ഇസ്മുൻ അതൊരു ഇസ്മാൻ. എന്താ പ്രത്യേകത? യതഗയ്യറു ആഖിറുഹു അതിൻ്റെ ആഖിർ ചേഞ്ച് ആവും ബിസബബി ആമിലി കാരണത്താൽ ദാഖിലിൻ പ്രവേശിച്ച ആമിലി കാരണത്താൽ അലൈഹി ആ ഇസ്മിൻ്റെ മേലെ പ്രവേശിച്ച ഒരു ആമിലി കാരണത്താൽ ആഖിർ ചേഞ്ച് ആകുന്നതായ ഒരു ഇസ്മാണ് മുഅറബ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ സെയ്ദിൻ പോലെ തഖൂലിങ്ങി പറയും ജാഅനി എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. അപ്പോൾ സെയ്ദ് ദമ്മു കൊടുത്ത ആമിലി ജാ അല്ലേ. വറഅയ്തു സെയ്ദിനെ ഞാൻ കണ്ടു. അതിൻ്റെ മാറി നസ്ബെടുത്ത ആമിലി റഅ. വമറർതു ബി സെയ്ദിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. റബ്ബി
ണ്ടാ. അപ്പോൾ ആമിലുകൾ ഇങ്ങനെ മാറിയപ്പോൾ ഈ സെയ്ദിൻ്റെ ആ അവസാനത്തെ ഇറാബ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് മുഅറബായി. ഇനി ഫലൗക്കാന തഗയ്യുറു, ഈ തഗയ്യുറായിരുന്നാൽ ഫലൗക്കാന തഗയ്യുറു, ഈ ചേഞ്ച് ആകുമ്പോൾ ഫി ഗൈരിൽ ആഖിരി, അവസാനത്തിലല്ല നോക്കുക, അവസാനത്തിലല്ല. ഇതുപോലെ കലാമി ഫൽസിൻ, ഫൽസി എന്നുള്ളതില്ല ലാമിലുണ്ടല്ലോ, ലാമിനെ പോലെ ആ സെൻറ്ററിലല്ലേ, അവസാനത്തിലല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യുക, ഇതാ സൊഹർത്തഹു, ആ ഫൽസിനെ തസ്ഗീറാക്കുമ്പോൾ, ഔ ജമാഅത്തഹു, അല്ലെങ്കിൽ ആ ഫൽസിനൊന്ന് ജമാക്കുമ്പോൾ, ഫഖുൽ തപ്പങ്ങി പറയും. എങ്ങനെ പറയാ? ഫുലൈസുൻ, അങ്ങനല്ല പറയാ തസ്ഗീർ, ഫുലൈസുൻ. ലാമിന് മാറി, ലാമിൻ്റെ സുക്കൂൻ മാറി ഫത്ഹായി. ജമ്മാണെങ്കിൽ വ അഫ്ലുസുൻ, ഖില്ലത്തിൻ്റെ ജമ്മല്ല, അഫ്ലുസുൻ. അപ്പോൾ അവിടെ എന്തായി? ലാമു ദമ്മായി. പക്ഷെ എങ്ങനെ കായാൽ ലം യകുൻ ഇഅറാബാ, ഈ തഗയ്യുറൊന്നും ഇഅറാബൻ ഇഅറാബായിട്ടില്ല. കാരണം എന്താ? തഗയ്യുർ ആഖിറിലല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇടയിലുള്ള ലാമ് ഫത്ഹായി, പിന്നെ അഫൗൽ ഫുലൈന്ന് ഫത്ഹായി ഫുലൈസാക്കിയപ്പോൾ അഫുലുസാക്കി ദമ്മായി. അതിന് ഇറാബ് എന്നാവില്ല, അത് ഇറാബായിട്ടില്ല എന്നാണ്. വക്കത് അപ്രകാരം തന്നെ ഇറാബാവുകയില്ല. വക്കത തഗയ്യുറുൽ ആഖിരി, ആഖിർ ചേഞ്ച് ആവുക എന്നുള്ളത് ഇതുപോലെ തന്നെ ചിലപ്പോൾ എന്താവില്ല, ഈ ഇറാബാവില്ല. അതെപ്പോഴാ? ഇദാലം യക്കുൻ ബി സബബിൽ ആമിലി, ഈ ആഖിർ തഗയ്യുറാകലൊരു ഒരു ആമിലി കാരണം കൊണ്ടായിട്ടില്ലെങ്കിൽ, ആമിലി ഒരു മുമ്പ് വന്ന കാരണം കൊണ്ടല്ലാതെ ആഖിർ ചേഞ്ച് ആവുക, ആമിലി മുമ്പ് വന്നിട്ടില്ല, അതിൻ്റെ കാരണം കൊണ്ടല്ലാണ്ട് തന്നെ ചേഞ്ച് ആവുക, ആ ചേഞ്ചും ഇറാബിൽ പെടൂല. ഇറാബ് പെടണമെങ്കിൽ എന്താവണം? ആമിൽ മുമ്പ് വരണം. അതാ പറഞ്ഞത് വക്കദാ തഗയ്യുറുൽ ആഖിരി എന്ന് പറഞ്ഞത്. കൗലിക്ക, നിൻ്റെ കൗല് പോലെ. ഏതുപോലെ? ഇപ്പോൾ ഇജ്ലിസ് ഹൈസു ജലസ സെയ്ദുൻ, സെയ്ദ് ഇജ്ലിസ് ഇങ്ങിരിക്കി, ഹൈസു ജലസ സെയ്ദുൻ, സെയ്ദ് ഇരുന്നിടത്തിൽ ഇങ്ങിരിക്കി. അപ്പോൾ ഫ ഇന്നഹു, തീർച്ചയായും കാര്യം, യജൂസുലക്ക, നിനക്ക് അനുവദനീയമാണ്. അദ്ദമ്മു, ദമ്മു ഇവിടെ അനുവദനീയ, ഹൈസു എന്ന് പറയാ. വൽ ഫത്ഹു, ഫത്ഹും പറ്റും, ഹൈസ എന്ന് പറയാ. വൽ കസ്റു, കസ്റും പറ്റും, ഹൈസിനും പറയാ. ഫിസ്സ, എവിടെ? ഇസായിലെ ഹൈസു ഹൈസ ഹൈസി എന്നും പറയാം, മൂന്നും പറയാം. പക്ഷേ ഈ മാറ്റം ലാക്കിൻ ലാ ബി സബബിൽ ആമിലി, ആമിലി കാരണം കൊണ്ടായിട്ടല്ല. ഇവിടെ ഇജ്ലിസ് എന്ന ആമിലി കാരണം കൊണ്ടായിട്ടാണോ മാറിയത്? അല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നല്ല, അതിലുള്ള ലുഗാണ്. അപ്പോൾ ഫലൈസ ബി ഇഅറാബിൻ, അതും ഇഅറാബല്ല. അപ്പോൾ മനസ്സിലായി എന്ത്? മുഅറബ് എന്ന് പറഞ്ഞാൽ ആമിൽ മുമ്പ് വന്നിട്ടുണ്ടാകുന്ന ആ ഇസ്മിൻ്റെ ആഖിറിലുണ്ടാകുന്ന തഗയ്യുറ. അപ്പോൾ എന്തൊക്കെ ഔട്ടായി? ആഖിറിലല്ലാതെ ഉണ്ടാകുന്ന തഗയ്യുർ. ഇനി ആഖിറിൽ തന്നെ തഗയ്യുറുണ്ടായി, പക്ഷേ ഇദാലം യകുൻ ബി സബബിൽ ആമിൽ, ആമിൽ കാരണം കൊണ്ടായിട്ടില്ല, ആമിൽ കടന്നത് കൊണ്ടല്ല. അപ്പോൾ ഹൈസൂൻ്റെ വ്യത്യസ്ത ലുഗകളാണ്. അപ്പോൾ അതെന്താവൂല? മുഅറബാവൂല എന്നർത്ഥം, ഇറാബ് എന്ന് പറയൂല. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇനി മബ്നിയെ കുറിച്ചാണ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും.